അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നവ വഹാബിയായ കുരുവട്ടൂരി നൗഷാദിനോട് ഒരു സംവാദത്തിന് സുന്നി പണ്ഡിതന്മാർ തയ്യാറാവാത്തത്? ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ചോദ്യം കേട്ടാൽ ന്യായമായ ഒരു ചോദ്യം. എന്താണ് സുന്നി പണ്ഡിതന്മാർ സംവാദത്തിന് പോവാതിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, 2013 ഒരു പേച്ച ആശയവുമായി നൗഷാദ് വട്ടൂരി രംഗത്ത് വരുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ ലോകം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഷെയ്ഖായി അവതരിപ്പിച്ചുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത്. അന്ന് അവൻ പറഞ്ഞിരുന്നത്, കോമാട്ടുചാലിൽ അബ്ദുള്ള മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്, ലോകത്തിന്റെ മൊത്തം അധികാരവും കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ കയ്യിലാണ്. ഇനി അള്ളാഹുവിന് ലോകം നിയന്ത്രിക്കുന്നതിൽ യാതൊരു അധികാരവും ഇല്ല എന്നായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് നാം കാണുന്നത്, ആ പ്രസംഗമെല്ലാം അവൻ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ആ വാദത്തിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിഞ്ഞിരിക്കുന്നു, ഇനി ആ വിഷയത്തിൽ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് 2013 മുതൽ 20 വരെയുള്ള പ്രഭാഷണമാണ് അവൻ പിൻവലിച്ചത്. എന്തിനേറെ പറയണം, നൗഷാദ് മൈക്കയാണ്. ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ 4 ആളുകൾ 10 ആളുകൾ മീറ്റിംഗ് കൂടി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ ആള് അഭിപ്രായം മാനിച്ച് നിർദ്ദേശമില്ലാതെ ദീന് പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് പ്രാസംഗികൻ. ആ പ്രാസംഗികന്റെ ഷെയ്ഖ് ബീരാണ്ടിയാണ്, മീനങ്ങാടി സുലൈമാനുമാണ്, ഹനീഫ് കായക്കൊടിയുമാണ്. ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൗഷാദ് ഹസനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നൗഷാദ് ഹസനിയോട് നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഹനീഫ കായക്കൊടി എന്ന ഷെയ്ഖ് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന പിൻവലിക്കലാണ് നൗഷാദ് കോമാട്ടിന്റെ നിർദ്ദേശത്തോടു കൂടി പിൻവലിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. ഖറാഫി ഇമാമിന്റെ ഖൗലോ, അത് ഏത് കാലത്താണോ രൂപപ്പെട്ടത് ആ കാലത്ത് തന്നെ ഉലമാവ് പറഞ്ഞു അത് കള്ളത്തരമാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ. സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖറാഫി ഇമാമ് അവിടുത്തെ ഗ്രന്ഥത്തിൽ നിരവധി ഉലമാക്കളുടെ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഖറാഫി ഇമാമിന്റെ കാലഘട്ടത്തിലുള്ള മറ്റു ഉലമാക്കൾ തന്നെ അത് കള്ളത്തരമാണ്, ഖറാഫി ഇമാമ് കള്ളനാണെന്ന് ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് നൗഷാദ് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാക്ക് കേട്ടു നോക്കാം. ഇത് ചില ഉലമാവ് പറഞ്ഞു എന്നാ ഖറാഫി പറഞ്ഞേ, അതിനെയാണ് ബക്കൂരി ചോദ്യം ചെയ്ത്. അങ്ങനെ ഒരൊറ്റ ഉലമാവും പറഞ്ഞിട്ടില്ല അത് കള്ളത്തരാണ് എന്നാ പറഞ്ഞത്. കേട്ടല്ലോ, ബക്കൂരി ഇമാമ് ഖറാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഞാൻ ആദ്യം വിട്ട വീഡിയോയും ഇപ്പോൾ വിട്ട വീഡിയോയും ഒരേ സ്റ്റേജിൽ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേജിൽ വെച്ച് തന്നെ 2 വർത്തമാനമാണ് നൗഷാദ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ തന്നെ പറഞ്ഞു എന്നാണ്. ഇപ്പോൾ പറയുന്നത് എല്ലാവരും പറഞ്ഞിട്ടില്ല, ഖറാഫി ഇമാമിന്റെ ശിഷ്യനായ ബക്കൂരി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. കള്ളത്തരം പറഞ്ഞ ആളാണ് എന്റെ ഷെയ്ഖായ, എന്റെ ഉസ്താദായ ഖറാഫി ഇമാമെന്ന് ശിഷ്യനായ ബക്കൂരി ഇമാമ് പറഞ്ഞു അത്രേ. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഖറാഫി ഇമാമിന്റെ കിതാബ് അതിലാവശ്യമായ തിരുത്തലുകൾ നടത്തി അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഖറാഫി ഇമാമ് തന്നെ ഏൽപ്പിച്ച ആളാണ് ഖറാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം ബക്കൂരി. കേട്ടല്ലോ സഹോദരങ്ങളെ, എന്താണ് നൗഷാദ് പറയുന്നത്? ബക്കൂരി ഇമാമിനോട് ഗുരുവായ ഖറാഫി ഇമാമ് പറഞ്ഞു അത്രേ, എൻ്റെ കിതാബിൽ വല്ല അബദ്ധവുമുണ്ടോ എന്ന് പരിശോധിക്കുക. വല്ല അബദ്ധവും ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊക്കെ തിരുത്തണമെന്ന് ബക്കൂരി ഇമാമിനോട് ഗുരുവായ
ഖറാഫി ഇമാം പറഞ്ഞു അത്രേ. നേരത്തെ നൗഷാദ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർത്തു വെക്കണം, അപ്പോൾ നിങ്ങൾക്ക് വൈരുദ്ധ്യം മനസ്സിലാകും. ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബക്കൂരി ഇമാം തൻ്റെ ഉസ്താദ്, തൻ്റെ ഷെയ്ഖ് കള്ളനാണെന്ന് പറയുക? കാരണം തെറ്റുണ്ടെങ്കിൽ ശിഷ്യനായ തന്നോട് പരിശോധന നടത്തിയിട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഉസ്താദിനെ പറ്റി ഏതെങ്കിലും ഒരു ശിഷ്യൻ കള്ളനാണെന്ന് പറയുമോ? ഇല്ല. പക്ഷേ ശിഷ്യൻ ഉസ്താദിനെ കള്ളനെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നൗഷാദ് ബക്കൂരി ഇമാമിന്റെ പേരിൽ കളവ് പറയാൻ കാരണം സുലൈമാൻ ഉസ്താദിനെ വളരെ മോശക്കാരനാക്കി, വളരെ തരം താഴ്ത്തിക്കൊണ്ട് നൗഷാദ് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് വേദനയോടുകൂടി സുലൈമാൻ ഉസ്താദ് പറഞ്ഞത്, നൗഷാദ് നല്ല അഹ്സനിയല്ല, അതുകൊണ്ട് തന്നെ അവനെ അഹ്സനി എന്ന് ആരും വിളിച്ചു പോകരുതെന്ന്. അത്ര കുരുത്തം കെട്ടവനാണ് ഈ നൗഷാദ്. അവനെ പോലെ ഒരു കുരുത്തം കെട്ട ആള് ഇമാമിയങ്ങളിലും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പച്ച നുണയാണ് ബക്കൂരി ഇമാമിന്റെ പേരിൽ ഇവൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇവൻ പറഞ്ഞത് ഖറാഫി ഇമാം മഹാനാണ്, ഖറാഫി ഇമാമിന്റെ പേരിൽ സുന്നികൾ എന്തൊക്കെയോ വെച്ചുകെട്ടി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ സുന്നികൾ പറഞ്ഞതും ഖറാഫി ഇമാം പറഞ്ഞതും ഒന്ന് തന്നെയാണെന്ന് കിതാബ് അറിയുന്നവരെ കൊണ്ട് നൗഷാദ് നോക്കിപ്പിച്ചപ്പോഴാണ് അറിയുന്നത്. അതോടുകൂടി അവൻ ഖറാഫി ഇമാമിനെയും കള്ളനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഖറാഫി ഇമാമിനെ കള്ളനാക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെയും ഇമാം ഷാദുലി തങ്ങളടക്കമുള്ള നിരവധി അനവധി മഹാന്മാരായ ഇമാമിങ്ങളെ കള്ളന്മാരാണെന്ന് പറയുന്നത് മർക്കസ് ദഅവയുടെ നേതാവായിട്ടുള്ള ഉമർ മൗലവിയുടെ മകനായിട്ടുള്ള ജാബിർ അമാനി പറഞ്ഞിരിക്കുന്നത് ബുഖാരി ഇമാമല്ല, കള്ളനാണ് എന്നാണ്. അതേ വാദം തന്നെയാണ് നൗഷാദിനുമുള്ളത്. ഒട്ടനവധി ഇമാമിങ്ങൾ അവരാരും ഇമാമിങ്ങളല്ല, അവർ കള്ളന്മാരാണെന്നാണ് ഇവന്റെ വാദം അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വഹാബിസവും കുരുവട്ടൂരിസവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടും നാട്ടിന് ആപത്താണ്. വഹാബികൾ തൗഹീദിൽ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നാൽ 6 മാസമെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാകും. എന്നാൽ നൗഷാദ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ നേരത്തെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഉടൻ തന്നെ പിൻവലിച്ചേക്കാം. MT ദാരിം ഉസ്താദിന് 2ാം ഗണ്ണനമായി പറഞ്ഞ വീഡിയോ ഇന്നലെ കുറെ സമയത്തേക്ക് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് അവൻ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അഥവാ ആ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു, ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുന്ന, വൈരുദ്ധ്യങ്ങൾ പറയുന്ന ഒരാളോട് ബുദ്ധിയുള്ളവരാരെങ്കിലും സംവാദത്തിനെന്നല്ല സംസാരിക്കാൻ പോകുമോ? ഒരു ഭ്രാന്തനായി കാണുകയല്ലാതെ അവനോട് ആരെങ്കിലും നീ എന്താ പറയുന്നത് എന്നെങ്കിലും ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സംവാദത്തിന് പോകാത്തത്. ഇനിയെങ്കിലും നൗഷാദിനോട് സംവാദം നടത്തണം സുന്നി പണ്ഡിതന്മാർ എന്ന ആഗ്രഹമുള്ള വട്ടൂരികളുണ്ടെങ്കിൽ ആദ്യം അവൻ പറയുന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുക. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. എന്താ അത്? അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ വ്യാഖ്യാനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അത് വേണ്ട, ഒരു വ്യാഖ്യാനം വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത്തരം വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളുമാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്നാണ്. നിനക്കിത് പറയാൻ വേണ്ടി നിർദ്ദേശം തന്നത് ബീരാണ്ടിയും കോമാട്ടുചാലിൽ അബ്ദുള്ളയുമാണ്.
അവർക്ക് രണ്ടുപേർക്കും തലക്ക് വെളിവില്ല എന്നാണോ നീ പറയുന്നത്? ഇങ്ങനെ അബദ്ധങ്ങൾ പറയിപ്പിക്കലാണോ അവരുടെ പണി? കുരുവട്ടൂരിസത്തിൽ അറിയാതെ പെട്ടുപോയവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത്. നൗഷാദ് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൈക്കയായിക്കൊണ്ട് പറയുന്നത് മുഴുവനും അബദ്ധമാണ്. അത് അബദ്ധമാണെന്ന് അവൻ തന്നെ ഇപ്പോൾ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അബദ്ധം പറയുന്നവനെ തള്ളിയാൽ നിങ്ങൾക്ക് അബദ്ധത്തിൽ ചാടാതെ രക്ഷപ്പെടാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.